സതീശൻ എന്ന ചതിയൻ ചന്തുവിനെ കുറിച്ചുള്ള ഒരു ട്രോൾ വീഡിയോ വമ്പൻ ഹിറ്റായിട്ടുണ്ട്. എങ്ങനെയാണ് കൂടെ നിൽക്കുന്നവനെ വെട്ടി വീഴ്ത്തിയതിന് ശേഷം ഒരു ഭാവവുമില്ലാതെ ഏട്ട അച്ഛ മാമ എന്നൊക്കെ വിളിച്ച് അവരെ സോപ്പിടേണ്ടത് എന്നതിന് ഒരു പുതിയ ഉദാഹരണം. കഴിഞ്ഞ 4 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സുധാകരേട്ടന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ നന്ദി പറയുക. UDF-ൽ കഴിഞ്ഞ 4 വർഷമായി ഒരു അപസ്വരം ഉണ്ടായിട്ടില്ല. ഒരു അപസ്വരം ഉണ്ടായിട്ടില്ല. പത്രക്കാരോട് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചോക്കപ്പ എവിടെയുള്ളെന്ന് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. നിന്റെ അച്ഛനെ കെട്ടോളൂ പന്നി. നിന്റെ അച്ഛന്റെ അച്ഛൻ ഓടി നായിന്റെ മോളെ ഓടി മരപ്പറ്റി. ഞാൻ തുടങ്ങും. അതെങ്ങനെയാ ഞാൻ പറയുന്നത്? KPC പ്രസിഡന്റ് നിലക്ക് ഞാൻ തുടങ്ങി വെച്ചോളാം. നിങ്ങൾ പറഞ്ഞോളൂ. അത് ശരിയുള്ള അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. എനിക്ക് BJP യോജിച്ചു പോകാൻ സാധിക്കുന്നു എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. അതിന് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സിംഗം മാറി ഇനി പടക്കുതിരയാണ്. കാലിന് ചെറിയ മുടന്തുള്ള പടക്കുതിരയാണെന്നേ ഉള്ളൂ. ആ അവസ്ഥയിലാക്കിയതിന് ശേഷം ഒരു നോൺ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി അദ്ദേഹത്തെ ഇരുത്തി ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഉജ്ജ്വല ബോഡിയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കസേരയിട്ടിരുന്ന് MP-യുടെ കാലാവധി പൂർത്തിയാക്കി കണ്ണൂരിലെങ്ങാനും ഇനി ഒതുങ്ങിക്കൂടാം. ആ അവസ്ഥയിലെത്തിയതിന് ശേഷം ഈ ഡയലോഗ് അടിക്കുമ്പോൾ സുധാകരൻ അത് എങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നിയെന്നാണ്. കുറച്ചെങ്കിലും അദ്ദേഹത്തിന് ആ വാചകം കേട്ടിട്ട് അദ്ദേഹത്തിനോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ വേദിയിൽ വെച്ച് തന്നെ ഒരെണ്ണം കൊടുക്കണമായിരുന്നു. ആ രീതിയിലാണ് ഒരു വ്യക്തിയെ അപമാനിച്ച് അവഹേളിച്ച് പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. അവസാന നിമിഷം വരെ ഗിർ പോരാടിയെങ്കിലും ഒടുവിൽ നിലതെറ്റി വീണു. ആ നിലതെറ്റി വീണതിനെ സംബന്ധിച്ചാണ് ആ ട്രോൾ വീഡിയോ. ഇത്രയും കാലം UDF-നകത്ത് ഒരു അപസ്വരം പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പുറത്തിറങ്ങി പറയുമ്പോൾ ഒരു കപട രാഷ്ട്രീയക്കാരൻ്റെ നേർചിത്രം അവിടെ തെളിയുന്നുണ്ട്. എന്തായാലും മുല്ലപ്പള്ളി വീണു, ഹസൻ വീണു, സുധാകരൻ വീണു, ഇനി സണ്ണി ജോസഫ്. മറ്റ് ശല്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സതീശന് വേണ്ട പോലെ നീക്കുപോക്കുണ്ടാക്കാം. സുധാകരൻ്റെ അനുയായി എന്ന പേരിലിരുത്തിക്കൊണ്ട് സുധാകരൻ ഇനിയിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരേണ്ട കാര്യം പോലുമില്ല. അങ്ങനെ പാർട്ടിയിലെ നീക്കങ്ങളെല്ലാം സതീശൻ അനുകൂലമായിട്ട് സണ്ണി ജോസഫിനെ കൊണ്ട് നടത്താൻ വേണ്ടി അവർ കോപ്പ് കൂട്ടിക്കഴിഞ്ഞു. അത് KC വേണുഗോപാലിൻ്റെ നോമിനി ആയിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം പത്രക്കാർ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് സുധാകരൻ്റെ അനുയായി എന്ന രീതിയിൽ വാർത്ത കൊടുക്കുകയാണ്. കണ്ണൂരുകാരനായിട്ടുള്ള KC വേണുഗോപാലിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് KPCC-യിൽ ഇനി തനിക്കെതിരായിട്ട് ഒരു നീക്കവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ഒരു ശല്യവുമില്ലാത്ത പോസ്റ്റിംഗ് നടത്തിയതിന് ശേഷം പുറത്തിറങ്ങി ഇമ്മാതിരി ഗീർവാണമൊക്കെ നടത്തുമ്പോൾ നാട്ടുകാർ കേട്ടിട്ട് സതീശൻ സൂപ്പർ എന്ന് പറയുമെന്നായിരിക്കും ഈ മഹാൻ വിചാരിക്കുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഓരോരോ മണി ചെയിൻ തട്ടിപ്പുകളുടെ പുതിയ വേർഷൻ കാണണേ.